അല്ല എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുക. ഈ പാതാളത്തിലെ ഒരുപാട് സ്ഥലങ്ങൾക്ക് സ്ഥലപ്പേരൊക്കെ ഉണ്ടോ അതോ? ഇല്ല. പാതാളത്തിന് ഒറ്റ സ്ഥലപ്പേരേ ഉള്ളൂ. ഏതിനെ വ്യാപിച്ച് കിടക്കുവാന്നുള്ളൂ. ഒറ്റ സ്ഥലപ്പേരുള്ള പാതാളം. അല്ല അവിടെ ഇങ്ങനെ വഴുതക്കാടൊന്നും അല്ലെ എറണാകുളം കൊല്ലം? ഇല്ല. ബോൾഗാട്ടി പാലസ് എന്ന് പറഞ്ഞാൽ ആ പാലസ് ഉണ്ടല്ലോ അവിടെ അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ പാതാളത്തിൽ പാതാളം മാത്രം. പാതാളം പാലസ്. പാലസ് അത് നമ്മുടെ കൊട്ടാരം. പാതാളം പാലസ്. അത് ശരിയാ. അപ്പൊ അവിടെ ആരൊക്കെ ഇതുപോലെ? അവിടെ ഈ എല്ലാ സാധനം അവിടെ കിട്ടി. ലുലുമാള് പോലെ അവിടെ എല്ലാം കിട്ടും. എന്റെ സംശയം അവിടെ കൊട്ടാരത്തിൽ ആരൊക്കെ ഉണ്ട്? കൊട്ടാരത്തില് നമ്മളെല്ലാരും ഉണ്ട്. മഹാബലി ഉണ്ട്, എനിക്ക് മനസ്സിലായി. പിന്നെ അടുത്ത് ഫാമിലി എല്ലാരും ഉണ്ട്. ഭാര്യ? ഭാര്യ അപ്പൊ എവിടുന്നാ? ഭാര്യ പാതാളത്തിൽ നിന്ന് തന്നെയാ. പാതാളത്തിൽ നിന്ന്? പിന്നെ അല്ല പാതാളത്തിൽ നിന്ന് തന്നെയാണ്. പേരെന്താ? പേരോ ഞാൻ ചക്ര. കുട്ടികളുടെ കാര്യമൊക്കെ ചോദിക്കും. കുട്ടികളുണ്ട്. പിന്നെ എത്ര പേരുണ്ട്? സ്വന്തമായിട്ട് ഞാനൊരു അംഗനവാടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പുറത്ത് പോകാൻ പറ്റൂല ഇവിടെ, കാരണം ആ പാലസിന്റെ അവിടെ തന്നെ പുറത്തുനിന്ന് കുട്ടികളെ വെക്കാനും. അപ്പൊ ഈ ഇത് മാത്രമുള്ളപ്പോ ഈ പ്രസവമൊക്കെ അവിടെ തന്നെയാണോ? പിന്നെ വൈറ്റാട്ടി കാർത്തു എന്നും പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ഇവിടെ മുടി കെട്ടി വെച്ചിട്ട് റൗക്കിയൊക്കെ ഇട്ട് വരും, മുറുക്കും, പ്രസവമൊക്കെ എടുക്കും. അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ. ഈ ഡ്രസ് തന്നെയാണോ പാതാളത്തിൽ? അവിടെ പോയി അയച്ച് നൈറ്റ് ഡ്രസ് ഒക്കെ ആക്കോ? ഇത് ഈ ഡ്രസ്സല്ല, ഇത് ഇങ്ങോട്ട് വരുമ്പോ മാത്രമേ ഉള്ളൂ. വർഷത്തില് വരുമ്പോ മാത്രമേ ഉള്ളൂ ഈ വേഷം. അവിടെ ചുട്ടിത്തോർത്ത് മാത്രം എടുത്ത് അങ്ങോട്ട് തോർത്ത് മാത്രമേ ഉള്ളല്ലേ? ഭയങ്കര ചൂടാന്ന് അതിന്റെ ഇടയിൽ. അതുകൊണ്ട് ഭയങ്കര കേട്ടല്ലോ, തോർത്ത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അവിടെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കിട്ടൂലോ അല്ലേ? പിന്നെ നെക്ലേസ് കിട്ടും, താരയുടെ മാല കിട്ടും, ജിമിക്ക കിട്ടും, എല്ലാം കിട്ടും. ശരി. മക്കളൊക്കെ പഠിക്കുവോ? പിന്നല്ലേ, മക്കൾ പഠിക്കും, നല്ല ആസനായിട്ട് പഠിക്കും. ഒരുത്തൻ IAS പരീക്ഷ എഴുതിട്ടിരിക്കുന്നു. പാട്ട് പാടുവോ മക്കളൊക്കെ? പൂരപ്പാട്ട് ചില സമയത്ത് എന്റെ മുഖത്ത് നോക്കി പാടാറില്ല, അല്ലാതെ വേറെ പാട്ടൊന്നും പാടാറില്ല. മഹാബലി എങ്ങനെയാ കൊച്ചുങ്ങളെയൊക്കെ പാട്ട് പാടി ഉറക്കാറുണ്ടോ? ഇല്ല, ഞാൻ പാട്ട് പാടി ഉറക്കാറില്ല. അങ്ങനെയാണല്ലോ ഞാൻ കേട്ടത്, ഒരു പാട്ട് പാടുമെന്ന്. മഹാബലി നന്നായിട്ട് പാട്ട് പാടും. മഹാബലി നന്നായിട്ട് പാടുമെന്നാ കേട്ടത്. അതെ. നിങ്ങൾ പാടിയത് കൊണ്ടാണ് അദ്ദേഹം കുറച്ചുകൂടി ഒരു ആഞ്ഞ കൂട്ടിയത് അല്ലേ? പാടാതിരുന്നായിരുന്നെങ്കിൽ താഴെ വരെ എത്താതെ ഒരു പകുതിക്ക് വെച്ച്. അപ്പൊ ഒരു പാട്ടായാലും ആയിക്കോട്ടെ. മഹാബലി പാടൂ. പിന്നെ ദേഷ്യം വരാതിരിക്കോ? മുത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ ഉത്രാടപ്പൂനിലാവേവാ. കാരണം ഇതിന്റെ ഈ കോണകത്തിന്റെ അറ്റം വേണമല്ലോ. അയ്യോ, ഇത് അതായിരുന്നു. ഒരു വാക്ക് പറയാൻ വേണ്ടി മാത്രം എഴുന്നേറ്റ് എന്തിനാ? ആ സമയം അതൊരു ലേശം പിച്ചും വേളി കിടക്കണ സംഭവം, അവിടെ ഇരുന്നാ കിട്ടില്ല, അതാണ് എഴുന്നേറ്റെന്ന് പാടിയ. അപ്പൊ ഒരു ബഹുമാനമായി, പാട്ടുമായി, സാധനം ഏറ്റോ. അപ്പൊ വാമന കൂട് ഒരു പാട്ട് അങ്ങോട്ട് ഇട്ടുകൂട്. പിന്നെ ഞാനോ? കാരണം ഇവിടെ മത്സരം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. കൊടുക്കൂ ഒരു പാട്ട്. അയ്യോ, എനിക്ക് പാട്ട് ഭാവന പറഞ്ഞാലേ പാടും. ഞാൻ വരെ പാടി. അല്ല, ലേഡീസ് പറഞ്ഞാലേ പാടും. അതെയോ? പാടും. പുള്ളിക്ക് അങ്ങനെ ഒരു പ്ലീസ് പാടൂ. അത് ഞാൻ ഒരു പാട്ട് പാടി. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, ഉണ്ണി പൂക്കളം ഇട്ടല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ പന്ത് കളിക്കണ്ടേ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. എന്നെയാണോ ചവിട്ടി താത്തേണ്ടത്? ഇവനെ ആയിരുന്നു. കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ, ഞാൻ താഴെ പോയി, കുഴപ്പമില്ല.